ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് എന്ന് പറയുന്നത് മടി അഥവാ ലേസിനെസ് എന്നതാണ്. പലപ്പോഴും നമ്മളിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മടി. അപ്പോൾ ഈ മടി പിടിച്ചിരിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികവും മാനസികവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഈ ശാരീരിക കാരണങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഉറക്കക്കുറവാണ്. അപ്പോൾ കൃത്യമായി നമുക്ക് ഉറക്കമില്ലായ്മ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എനർജി കുറയ്ക്കുന്നു. ഇതിലൂടെ നമുക്ക് മടി ഉണ്ടാകുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആവശ്യമായ പോഷകാഹാരക്കുറവാണ്. ഇത് നമുക്ക് എപ്പോഴും ക്ഷീണം തോന്നിപ്പിക്കും. അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ, തുടർച്ചയായിട്ടുണ്ടാകുന്ന ക്ഷീണം, വിളർച്ച, ശരീരവേദന, അതുപോലെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ തുടങ്ങിയ ശാരീരിക അവസ്ഥകൾ നമുക്ക് മടിയുണ്ടാക്കുന്നു. ഈ ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാനസികാരോഗ്യവും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യക്തമായ ലക്ഷ്യമോ താല്പര്യമോ നമുക്കില്ലെങ്കിൽ അത് മടിയിലേക്ക് നമ്മളെ നയിക്കും. മറ്റൊന്ന് അമിതമായ ജോലിഭാരമാണ്. ഒരേ സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്കൊരു മടുപ്പ് തോന്നിക്കും. അവസാനം അത് പിന്നെ ചെയ്യാൻ തോന്നുകയില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ജീവിതശൈലി മൂലമുണ്ടാകുന്ന കാരണങ്ങളാണ്. ഇതിൽ വ്യക്തമായ ഒരു പ്ലാനിങ് ഇല്ലാത്തതാണ് ആദ്യത്തെ കാരണം. ഓരോ ദിവസവും നമുക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു ധാരണയില്ലാത്തതാണ്. രണ്ടെന്ന് പറയുന്നത് അമിതമായ മൊബൈലിൻ്റെ ഉപയോഗമാണ്. നമ്മൾ അമിതമായി മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യാനിരിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കുകയും അതിൽ ശ്രദ്ധ കുറയുകയും അത് ഒരു മടി കൂടാൻ വേണ്ടി കാരണമാകുന്നു. ഇനി എല്ലാത്തിനെയും കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒട്ടും എക്സസൈസ് ചെയ്യാത്തതാണ്. ഒട്ടും വ്യായാമമില്ലാത്ത ജീവിതശൈലി നമ്മുടെ ശരീരത്തിനെയാണ് കൂടുതൽ മടിയുള്ളതാക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മടി ഉണ്ടാക്കുന്ന കാരണങ്ങൾ. ഇനി ഈ മടിയെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തേത് ഉറക്കമാണ്. കൃത്യമായി ഉറങ്ങുക. കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് എഴുന്നേൽക്കാൻ പഠിക്കുക. ദിവസവും ഒരു 6-7 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. ഇതിലൂടെ നമുക്ക് മടിയെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ നമ്മൾ ദിവസവും കഴിക്കുന്ന ആഹാരത്തിൽ പോഷകാഹാരങ്ങൾ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് ഇലക്കറികൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ പഴവർഗ്ഗങ്ങൾ, ഇതെല്ലാം നമ്മൾ ദിവസേന ഉൾപ്പെടുത്തുക. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി നമുക്ക് തരുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് ധാരാളം വെള്ളം കുടിക്കുക. ദിവസവും 3-4 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക. ഇതിലൂടെ നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള എനർജി നമുക്ക് കിട്ടും. അപ്പോൾ എനർജി ഉള്ളപ്പോൾ നമ്മളെ ആ മടിയും അങ്ങ് മാറിക്കോളും. അതുപോലെ ദിവസേന ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ അത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ക്ഷീണവും ശരീരവേദന അതുപോലെ തന്നെ വിളർച്ച ഒരിക്കലും അത് നിസ്സാരമായി കാണരുത്. ഇപ്പോൾ മിക്ക വലിയ രക്തക്കുറവ്, അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ കുറവ്, പിന്നെ തൈറോയ്ഡ് പ്രശ്നങ്ങളൊന്നും ഒരിക്കലും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കണ്ട് അതിനുള്ള ചികിത്സ തേടേണ്ടതാണ്. അതുപോലെ ടൈം മാനേജ് ചെയ്ത് നമ്മൾ ജോലികൾ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ജോലികളും ഒരുമിച്ച് ചെയ്യുക നമുക്ക് കൂടുതൽ മടിയുണ്ടാക്കും. ടൈം മാനേജ് ചെയ്ത് ജോലികൾ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അതായത് നല്ലൊരു റൊട്ടീൻ സെറ്റ് ചെയ്തെടുക്കുക. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. എപ്പോഴും നമ്മൾ ഒരു കാര്യം ആലോചിക്കുക. എല്ലാം ഒറ്റയടിക്ക് നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ചെറിയ ചെറിയ ശീലത്തിലൂടെ മാത്രമേ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വ്യാഴാഴ്ച ഇരുന്ന് വരാം. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.